ശ്യാമ, കുഞ്ഞുങ്ങളൊക്കെ ഒരുപാടുണ്ടോ ഇന്നത്തെ ദർശനത്തിന്? പ്രജീഷ്, സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള പ്രത്യേക വരിയെ പറ്റി നമുക്ക് പറയേണ്ടതുണ്ട്. അതായത് പ്രത്യേക വരികൾ കുഞ്ഞുങ്ങളെയെല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അവരെയെല്ലാം കൂട്ടം കൂട്ടമായി വരുമ്പോൾ ഒരു കൂട്ടത്തിൽ 20-30 പേരുമായിട്ടാണ് വരുന്നത്. അതിനാൽ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള പ്രത്യേക വരിയെ നമുക്ക് പ്രായോഗികമല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കൂട്ടത്തിൽ തന്നെ 2-3 സ്ത്രീകളോ അല്ലെങ്കിൽ 2-3 കുട്ടികളെ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരുടെ കൂടെ വരുന്ന 20 പേരെയും 30 പേരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇവരെ മാത്രം കടത്തിവിടുക എന്നത് പ്രായോഗികമല്ല. അതിനാൽ തന്നെ കുട്ടികളും സ്ത്രീകളും വരുന്നുണ്ടെങ്കിലും അവരെയും ഈ തിരക്കിൻ്റെ ഇടയിൽ ഈ വരിയിലൂടെ തന്നെ കടത്തിവിടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഈ തിരക്ക് വർദ്ധിക്കും തോറും നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് അതിൽ മാറ്റിവെക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പ്രത്യേക ക്യൂ എന്നത് നമുക്ക് ഇപ്പോഴത്തെ തിരക്കിന്റെ തോതനുസരിച്ച് അത് പ്രായോഗികമല്ല. ശരി ശ്യാം, മടങ്ങിയെത്താം. தண்ணி சாப்பாடெல்லாம் கிடைச்சதா? ஆமா. கிடைச்சதா? தாழே திறக்கி இருக்குதா? ஆமா. ரொம்ப கஷ்டப்பாடா இருக்குதா தாழே? எஸ். ஆமா. ரொம்ப கஷ்டமா இருந்துச்சு. தண்ணி சாப்பாடெல்லாம் ஒன்றும் பிரச்சனை இல்லை. ரொம்ப இடத்துல அடைச்சு போடுறாங்க. அதான் ரொம்ப பிள்ளைகள்னால சின்ன குழந்தைகளுக்குன்னு தனி வரிசை கொடுத்துருந்தா கொஞ்சம் நல்லா இருந்திருக்கும். சின்ன குழந்தைகளுக்கும் இந்த லேடிஸ்க்கும் தனி வரிசை கொடுத்துருந்துருக்கலாம். குழந்தைங்க மயக்கமாறாங்க, மூச்சு திணறல் ஏற்படுது. பெரியவங்க நாங்கள் கொஞ்சம் தாங்கிக்கிடுவோம். சின்ன குழந்தைங்க பாவம் ரொம்ப கஷ்டப்படுறாங்க. அது ஒன்று, சின்ன குழந்தைகளுக்காக ஏதாவது தேவஸ்தானத்தில் செய்யலாம். அது மட்டும் கொஞ்சம் எடுத்தாங்கன்னா நல்லாயிருக்கும். ஐயப்பனை பார்க்க வரோம், கொஞ்சம் சகிச்சுட்டு பார்க்க வரோம், வேற ஒன்றும் இல்லை. நன்றி. எங்கிருந்து வரீங்க? தஞ்சாவூர். தஞ்சாவூர் மாவட்டம். சாப்பிட்டாச்சா? சாப்பிடணும். சாப்பிடலையா? தண்ணி குடிச்சாச்சா? குடிச்சாச்சு. തണ്ണി കുടിച്ചതാ? ഇവർ പറയുന്നത് എന്തെന്നാൽ വലിയവർ, അതായത് മുതിർന്നവർക്ക് വലിയൊരു കുഴപ്പമില്ല, അവരെങ്ങനെയെങ്കിലും സഹിച്ചു പൊക്കോളും. പക്ഷേ കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വരി വേണം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേണമെന്നൊരു ആവശ്യമാണ് ഭക്തർ ഉന്നയിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ തിരക്കിന്റെ സാഹചര്യത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നമുക്ക് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നു. കുട്ടികൾ ശ്വാസം മുട്ടുകയും തിരക്കിൽപ്പെട്ട് കുട്ടികൾക്ക് ശ്വാസം മുട്ടുകയും മയങ്ങി വീഴുകയും ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഭക്തർ പറയുന്നത്. അതിനാൽ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും കുട്ടികൾക്കും സ്ത്രീകൾക്കുമായുള്ള പ്രത്യേക ക്യൂവിനോ മറ്റ് സൗകര്യങ്ങൾക്കോ ഉള്ള ഒരുക്കങ്ങളിലൂടെ നടത്തേണ്ടിയിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലെ തിരക്കും കൂടെ കണക്കിലെടുത്തുകൊണ്ട് അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇനി നാളെയും മറ്റന്നാളുമായുള്ള തിരക്ക്, അതായത് അങ്കേങ്കി ഘോഷയാത്ര എത്തുന്നതും മണ്ഡലപൂജയുമായുള്ള ബന്ധപ്പെട്ടുള്ള തിരക്കിനെ കണക്കിലെടുത്തുകൊണ്ട് എത്രത്തോളം കൂടുതൽ സജ്ജീകരണങ്ങൾ വേണം എന്നതിനെ പറ്റി നമ്മൾ കൂടുതൽ